ഹായ് ഗൈസ്, അനാട്ടമി ഓഫ് സ്റ്റോറിയിലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞത്. അതായത് നമ്മളെല്ലാവരും ബാഹുബലി സിനിമ എന്തായാലും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. പിന്നെ ദൃശ്യം സിനിമയും നമ്മൾ മിക്കവരും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അനാട്ടമി ഓഫ് സ്റ്റോറി പറയുന്ന പ്രകാരം നായകന് എപ്പോഴും രണ്ട് ഓപ്ഷൻസ് ഉണ്ടാവും. ഇതിൽ ഒരെണ്ണം നല്ല ഓപ്ഷനും ഒരെണ്ണം ചീത്ത ഓപ്ഷനും ആയിരിക്കില്ല. എപ്പോഴും ഒന്നെങ്കിൽ രണ്ടെണ്ണം നല്ല ഓപ്ഷനായിരിക്കും, അല്ലെങ്കിൽ രണ്ടെണ്ണം ബാഡ് ഓപ്ഷനായിരിക്കും. ഇപ്പം നമ്മൾ ബാഹുബലിയിലത്തെ കാര്യം നോക്കുകയാണെങ്കിൽ ബാഹുബലിക്ക് രണ്ട് നല്ല ഓപ്ഷൻ ആയിരുന്നുണ്ടായിരുന്നു. അതായത് ഒന്നെങ്കിൽ രാജമാതാവ് പറഞ്ഞതുപോലെ മാഹിഷ്മതി എന്ന് പറയുന്ന വാസ്റ്റ് ആയിട്ടുള്ള കൺട്രിയുടെ കിങ് ആവാം, അതൊരു നല്ല ഓപ്ഷൻ. ഇനിയിപ്പോൾ രണ്ടാമത്തെ നല്ല ഓപ്ഷൻ എന്ന് വെച്ചാൽ ബാഹുബലി ദേവസേനയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കാം. അങ്ങനെ ബാഹുബലിക്ക് രണ്ട് നല്ല ഓപ്ഷൻ ആയിരുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ദൃശ്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ജോർജ് കുട്ടിക്ക് രണ്ട് ചീത്ത ഓപ്ഷൻ ആയിരുന്നു. ഒന്ന് ചെയ്ത കുറ്റമൊക്കെ ഏറ്റുപറഞ്ഞ് പോലീസിന് സറണ്ടർ ചെയ്യാം. ഇനിയിപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് വെച്ചാൽ ജീവിതകാലം മുഴുവൻ പോരാടി പോലീസിനെ പേടിച്ച് ജീവിക്കുക. അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻസിൽ നായകൻ ഏത് ചൂസ് ചെയ്യുന്നുള്ളതനുസരിച്ചാണ് കഥ എങ്ങനെയാവുമെന്ന് തീരുമാനിക്കപ്പെടുന്നത്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഒരു നല്ല ഓപ്ഷനും ഒരു ചീത്ത ഓപ്ഷനും വന്നാൽ എന്താ ഉണ്ടാവുക? അതിനുള്ള ഉത്തരം കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ഫിലിം ഡയറക്ഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു. അപ്പോൾ ബൈ.